ഗൈസ് തുറക്കലപ്പം പറഞ്ഞൊരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, നമ്മൾ മൈദയിൽ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഈ റൗണ്ട് ആക്കി യൂസ് ചെയ്ത് ഈ സംഗതിയാണ്. അപ്പൊ ഇതിങ്ങനെ റൗണ്ട് ആക്കി വെക്കാം. ഇതിലോട്ട് എന്താണ് സംഭവം? ഇത് ചിക്കൻ ക്രഷ് ചെയ്തത്. ഇനി മയോണൈസ് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് മയോണൈസ് വരുന്നുണ്ട്. മുട്ട പുഴുങ്ങിയത്. അടുത്തത് ചമ്മന്തി ഉണ്ട്. നമ്മൾ ഇത് കവർ ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ പോകണം. നമ്മൾ മയോണൈസ് ചെറുതായി നല്ല രീതിയിൽ ഈ റൗണ്ട് ഷേപ്പിനനുസരിച്ച് മയോണൈസ് നല്ല ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിൽ നോർമൽ തേങ്ങ ചമ്മന്തിയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ മയോണൈസ്, ചിക്കൻ ക്രഷ് ചെയ്ത് ഇതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് തുറക്കലപ്പം ഉണ്ടാക്കുന്നത്. ഗായ്സ് മുട്ട അതിലോട്ട് വെച്ചിട്ടുണ്ട്. മുട്ട 2 കഷ്ണങ്ങളാക്കിയിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കവർ ചെയ്യാൻ പോവാണ്. നൈസായിട്ട് നമ്മുടെ മൈദപ്പൊടി ഇതിനെ മുകളിൽ കവർ ചെയ്യും. നമ്മൾ തുറക്കലപ്പത്തിൻ്റെ ഫൈനൽ പാർട്ടാണ് ഇത്. നമ്മൾ വെച്ചിട്ട് നൈസായിട്ട് പ്രസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ എടുക്കും. ഓക്കെ, ഇതേപോലെ നമ്മൾ എല്ലാം ഇത് 1 2 3 അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. ഈ ടൂള് നോക്കണ്ട, ഇതിന് പറ്റിയ സംഗതി നമുക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് തുറക്കലപ്പത്തിൻ്റെ റൗണ്ട് ഷേപ്പിൽ ആക്കിയിട്ട് ബോള് പോലെയുള്ള സംഗതി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഫ്രൈ ആയുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ തുറക്കലപ്പം നമ്മൾ പൊരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ തുറക്കലപ്പം സെറ്റ് ആയിട്ടുണ്ട് മക്കളെ. ഒരു രക്ഷയില്ല കേട്ടോ.